ഹലോ, റീസ്റ്റാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈക്കോളജി ആണ് കേട്ടോ. കേട്ടറ്റുകാർക്കും LPUP-കാർക്കും TTC-കാർക്കും BEd-കാർക്കും ഒക്കെ വേണ്ട ഒരു സബ്ജക്റ്റ് ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് പഠിച്ചു തുടങ്ങാം കേട്ടോ. സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. സൈക്ക് എന്ന് പറഞ്ഞാല് ആത്മാവ്, ലോഗോസ് എന്ന് പറഞ്ഞാല് ശാസ്ത്രം. അപ്പം ആത്മാവിന്റെ ശാസ്ത്രം എന്നൊക്കെയാണ് ഇതിന്റെ മീനിങ് ആയിട്ട് വരുന്നത് കേട്ടോ. ചില മഹത് വ്യക്തികള് സൈക്കോളജിയെ കുറിച്ച് പറയുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആത്മാവിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലും പ്ലേറ്റോയുമാണ് കേട്ടോ. ആത്മാവിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലും പ്ലേറ്റോയുമാണ്. മനസ്സിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് കാന്റ് ആണ് കേട്ടോ. കാന്റ് ആണ് മനസ്സിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത്. ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആരൊക്കെയാണ്? വില്യം വൂണ്ടും വില്യം ജെയിംസുമാണ് കേട്ടോ. ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് വില്യം വൂണ്ടും വില്യം ജെയിംസുമാണ്. വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? JB വാട്സൺ ആണ് കേട്ടോ. വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് JB വാട്സൺ ആണ്. ഇനി നമുക്ക് RS വുഡ്വർത്ത് എന്താണ് സൈക്കോളജിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം സൈക്കോളജിക്ക് അതിന്റെ ആത്മാവ് നഷ്ടമായി, പിന്നെ അതിന് മനസ്സ് നഷ്ടമായി, പിന്നെ അതിന് ബോധം നഷ്ടപ്പെട്ടു. ഇപ്പോഴും അതിന് ഏതോ തരത്തിലുള്ള വ്യവഹാരമുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? RS വുഡ്വർത്ത് ആണ് കേട്ടോ. ഇത് ചോദിച്ചിട്ടുള്ളതാണ്, ഇത് ഓർത്തു വെച്ചോളൂ. RS വുഡ്വർത്ത് ആണ് ഇങ്ങനെ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ, മനസ്സിലാക്കിക്കോളൂ, പഠിച്ചോളൂ. ചിലപ്പോൾ മാറിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. പലരോടും മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാല് വേഗം പോയിട്ട് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. എന്നാൽ സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ മനഃശാസ്ത്രത്തിന്റെ പിതാവ്? അല്ല കേട്ടോ, അത് തെറ്റാണ്. മനഃശാസ്ത്രത്തിന്റെ പിതാവ് വില്യം വൂണ്ട് ആണ്. ആരാണ്? വില്യം വൂണ്ട് ആണ്, ജെയിംസ് അല്ല. വില്യം വൂണ്ട് ആണ് മനഃശാസ്ത്രത്തിന്റെ പിതാവ്. ഓക്കെ, അത് മാറിപ്പോവരുത്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് വില്യം വൂണ്ട്. മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? വില്യം വൂണ്ട്. മനഃശാസ്ത്ര പരീക്ഷണത്തിന്റെ പിതാവും ആര് തന്നെയാണ്? വില്യം വൂണ്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ മനഃശാസ്ത്രത്തിന്റെ പിതാവും മനഃശാസ്ത്ര പരീക്ഷണത്തിന്റെ പിതാവും വില്യം വൂണ്ട് തന്നെയാണ്. ആദ്യമായി മനഃശാസ്ത്ര പരീക്ഷണശാല ആരംഭിച്ചത് ആരാണ്? വില്യം വൂണ്ട് ആണ് കേട്ടോ. എവിടെ? ജർമ്മനിയിലെ ലിപ്സിംഗിലാണ് കേട്ടോ. 1879 ആദ്യമായി മനഃശാസ്ത്ര പരീക്ഷണശാല ജർമ്മനി ലിപ്സിംഗില് ആരംഭിച്ചത്. ആര്? വില്യം വൂണ്ട്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടോ. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്, മനഃശാസ്ത്രത്തിന്റെ പിതാവ് വില്യം വൂണ്ട്. ഓക്കെ, മനഃശാസ്ത്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? റുഡോൾഫ് ഗോക്കൽ ആണ് കേട്ടോ. മനഃശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് റുഡോൾഫ് ഗോക്കൽ ആണ്. ഇനി നമുക്ക് മനഃശാസ്ത്രത്തിന്റെ നിർവചനങ്ങൾ നോക്കാം. അനുഭവങ്ങളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് സ്കിന്നർ ആണ് കേട്ടോ. അനുഭവങ്ങളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് സ്കിന്നർ ആണ്. പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് മർഫിയാണ് കേട്ടോ. പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് മർഫിയാണ്. മാനസിക പ്രക്രിയകളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? റോബർട്ട് എ ബാരോൺ ആണ് കേട്ടോ. റോബർട്ട് എ ബാരോൺ എങ്ങനെയാ പറഞ്ഞത്? മാനസിക പ്രക്രിയകളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞു. മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് CF വാലന്റൈൻ ആണ് കേട്ടോ. മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് CF വാലന്റൈൻ ആണ്. മനഃശാസ്ത്രം മാനവ വ്യവഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും പഠനമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ക്രോ ആണ് കേട്ടോ. മനഃശാസ്ത്രം മാനവ വ്യവഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ക്രോ ആണ്. അടുത്തത്, മനഃശാസ്ത്രം ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിന്റെ ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? കുർട്ട് കോഫ്കെ ആണ് കേട്ടോ. മനഃശാസ്ത്രം ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിന്റെ ശാസ്ത്രീയ പഠനമാണ് എന്ന് പറഞ്ഞത് കുർട്ട് കോഫ്കെ ആണ് കേട്ടോ. നമ്മളിപ്പോ സൈക്കോളജിയുടെ മീനിങ് പഠിച്ചു, അതുപോലെ തന്നെ നിർവചനങ്ങളും പഠിച്ചു അല്ലെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മനഃശാസ്ത്രത്തെ രണ്ടായി തിരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? കേവല മനഃശാസ്ത്രം എന്നും പ്രയുക്ത മനഃശാസ്ത്രം എന്നും രണ്ടായിട്ട് സൈക്കോളജിയെ തിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കേവല മനഃശാസ്ത്രം എന്നും എന്തൊക്കെയാണ് പ്രയുക്ത മനഃശാസ്ത്രം എന്നും കേട്ടോ.
ഇത് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കേവല മനഃശാസ്ത്രത്തിൽ പെടുന്നവ അല്ലെങ്കിൽ പെടാത്തവ ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വൃത്തിയായിട്ട് പഠിക്കുക. നമുക്ക് ആദ്യം കേവല മനഃശാസ്ത്രത്തിലെ മനഃശാസ്ത്ര ശാഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാമാന്യ മനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം, സാമൂഹിക മനഃശാസ്ത്രം, പാരമ്പര്യ മനഃശാസ്ത്രം, ശിശു മനഃശാസ്ത്രം, നാഡീ മനഃശാസ്ത്രം. ഏതൊക്കെയാണ്? സാമാന്യ മനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം, സാമൂഹിക മനഃശാസ്ത്രം, പാരമ്പര്യ മനഃശാസ്ത്രം, ശിശു മനഃശാസ്ത്രം, നാഡീ മനഃശാസ്ത്രം. ഈ 6 കേവല മനഃശാസ്ത്രത്തിൽ പെടുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് പ്രയുക്ത മനഃശാസ്ത്രത്തിൽ പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം, ചികിത്സാ മനഃശാസ്ത്രം, വ്യവസായി മനഃശാസ്ത്രം, സൈനിക മനഃശാസ്ത്രം, കുറ്റകൃത്യ മനഃശാസ്ത്രം. ഇതൊക്കെ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ പെടുന്നതാണ്. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം, ചികിത്സാ മനഃശാസ്ത്രം, വ്യവസായി മനഃശാസ്ത്രം, സൈനിക മനഃശാസ്ത്രം, കുറ്റകൃത്യ മനഃശാസ്ത്രം. ഇതൊക്കെ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ പെടുന്നതാണ് കേട്ടോ. രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്, അതാണ് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ കുറിച്ചാണ് കേട്ടോ. അതാണല്ലോ നമുക്ക് വേണ്ടത്. മനഃശാസ്ത്ര തത്വങ്ങളെ പഠന സമ്പ്രദായത്തിലും പഠന പ്രശ്നങ്ങളിലും പ്രയോഗിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് എന്ത്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം. അപ്പൊ വിദ്യാഭ്യാസ മനഃശാസ്ത്രം പറഞ്ഞ എന്താണ്? മനഃശാസ്ത്ര തത്വങ്ങളില്ലേ, ഈ തത്വങ്ങള് പഠന സമ്പ്രദായങ്ങളിലും അതുപോലെ പഠന പ്രശ്നങ്ങളിലൊക്കെ പ്രയോഗിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. അടുത്തത് വിദ്യാഭ്യാസ മനഃശാസ്ത്ര നിർവചനങ്ങളാണ് നോക്കാൻ പോകുന്നത്. ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? സ്കിന്നർ ആണ് കേട്ടോ. സ്കിന്നർ എങ്ങനെയാ പറഞ്ഞത്? ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് സ്കിന്നർ ആണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞത് പീലാണ്. പീൽ എങ്ങനെയാ പറഞ്ഞത്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞു. ആര്? പീല് കേട്ടോ. വ്യക്തിയും ജനനം മുതൽ വാർദ്ധക്യം ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിലെ പഠനാനുഭവങ്ങളെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ക്രോ ആൻഡ് ക്രോ ആണ്. ക്രോ ആൻഡ് ക്രോ എങ്ങനെ പറഞ്ഞു? വ്യക്തിയും ജനനം മുതൽ വാർദ്ധക്യം ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിലെ പഠനാനുഭവങ്ങളെ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് എന്ത്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ആര് പറഞ്ഞു? ക്രോ ആൻഡ് ക്രോ ആണ് കേട്ടോ. വിദ്യാഭ്യാസ മനഃശാസ്ത്രം സ്വാധീനം ചെലുത്തുന്ന മേഖലകൾ 3 ഉള്ളത്. 1 പഠിതാവ്, 2 പഠന പ്രക്രിയ, 3 പഠന സന്ദർഭം. ഏതൊക്കെയാണ്? പഠിതാവ്, പഠന പ്രക്രിയ, പഠന സന്ദർഭം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം സ്വാധീനം ചെലുത്തുന്ന മേഖലകളാണ് കേട്ടോ ഇതൊക്കെ. ഈ 3 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എന്നാല് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ സ്വാധീനത്തെ കൂടുതൽ സൂക്ഷ്മമായി അപഗ്രഥിക്കുമ്പോൾ 6 സുപ്രധാന മേഖലകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ പഠിതാവ്, പഠന പ്രക്രിയ, പഠന സന്ദർഭം, ഇത് 3 ശരിക്കും ഉള്ളത്. എന്നാൽ ഇതിന് സൂക്ഷ്മമായി വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ സൂക്ഷ്മമായി അപഗ്രഥിക്കുമ്പോൾ 6 സുപ്രധാന മേഖലകളുണ്ട്. അതുകൂടെ നോക്കാം. മാനുഷിക വ്യവഹാരം, വളർച്ചയും വികസനവും, വ്യക്തി വ്യത്യാസം, വ്യക്തിത്വവും സമായോജനവും, പഠന പ്രക്രിയ, മാർഗനിർദ്ദേശവും, പ്രബോധനവും. ഏതൊക്കെയാണ് 6 സുപ്രധാന മേഖലകള്? മാനുഷിക വ്യവഹാരം, വളർച്ചയും വികസനവും, വ്യക്തി വ്യത്യാസം, വ്യക്തിത്വവും സമായോജനവും, പഠന പ്രക്രിയ, മാർഗനിർദ്ദേശവും, പ്രബോധനവും. ഈ 6 സുപ്രധാന മേഖലകളാണ് കേട്ടോ. ഇതെങ്ങനെയാ വരുന്നത് വെച്ചാല് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ സ്വാധീനത്തെ കൂടുതൽ സൂക്ഷ്മമായി അപഗ്രഥിക്കുമ്പോൾ 6 സുപ്രധാന മേഖലകളുണ്ട്. എന്നാൽ ശരിക്കും വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ സ്വാധീനിക്കുന്ന 3 മേഖലകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? പഠന പ്രക്രിയ, പഠിതാവ്, പഠന സന്ദർഭം കേട്ടോ. പിന്നെ നമ്മൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുമ്പോൾ 6 കൂടെ വരുന്നുണ്ട്. അതും കൂടെ നോക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇത്ര മതി കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൽ കൂടുതലായിട്ട് നമുക്ക് പഠിച്ചു പോവാം. കുറച്ചായിട്ട് നമുക്ക് പഠിച്ചു പോവാം കേട്ടോ. ഇനി നമുക്ക് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം കേട്ടോ. സമീപനങ്ങൾ, സിദ്ധാന്തങ്ങൾ, നിയമങ്ങൾ, ആശയങ്ങൾ, മനഃശാസ്ത്രജ്ഞരെ കുറിച്ച് അല്ലെ, ബുദ്ധി, വികാസം, പാരമ്പര്യം, പര്യാവരണം, സമായോജനം അല്ലെ, അതുപോലെ തന്നെ പഠന വൈകല്യങ്ങൾ, കേരള പാഠ്യപദ്ധതികളെ കുറിച്ച്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഏജൻസി, കമ്മീഷനുകളൊക്കെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡീപ്പായിട്ട് പഠിക്കാം. ഇന്ന് ഇത് മതി. ഓക്കെ.